എന്താണ് മുടിയുടെയൊക്കെ കോലം? അവർ വിചാരിക്കുന്നത് എന്താണ്? ഇത് എത്ര കാലം ഉണ്ടാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗം തന്നാൽ നിന്റെ അഹങ്കാരമെല്ലാം പോവും അല്ലേ? ഒരു രോഗം തന്നാൽ, എന്നോടൊരാൾ പറഞ്ഞു, ഒരു നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്നത് പോലെ മുടിയൊക്കെ പല രീതിയിൽ വളർത്തി, മുടി എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി മാത്രം ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ. എന്തോ ഒരു അസുഖം അല്ലാഹു കൊടുത്തു അത്രേ. പിന്നീട് ആ മുടിയൊക്കെ ഒന്നൊന്നായി കൊഴിഞ്ഞുപോയി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇന്നുവരെ, ഇപ്പൊ മരിച്ചു എന്നോ എന്തോ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ മുടി തിരിച്ചു വന്നിട്ടില്ല. എന്റെ വായത് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ പുച്ഛ മനോഭാവത്തോടെയാണ് ഇതൊക്കെ കാണുന്നത്. നമുക്ക് ബാധകമല്ല എന്ന നിലയിലാണ് മക്കൾ നടക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത് പറയൽ, ഇതുപോലെയുള്ള വേദികളിൽ ക്ഷണിക്കപ്പെടുന്നത് കൊണ്ട് ഇത് പറയൽ നമ്മുടെ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് സ്വീകരിച്ചാലും തള്ളിയാലും ഇത് പറയുക തന്നെ ചെയ്യും. അവസാന ശ്വാസം വരെ ഇത് പറയേണ്ടത് ദൗത്യമാണ്. അള്ളാഹു നമുക്ക് ആ ദൗത്യം നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാളുടെ ഹൃദയത്തിൽ, ഒരുപാട് കാലമായല്ലോ ഉസ്താദ് ഇത് പറയുന്നത്, അല്ല ഇനിയെങ്കിലും ഒന്ന് നന്നാവണമല്ലോ എന്ന് ഏതെങ്കിലും ഒരാളുടെ ഹൃദയത്തിൽ തോന്നിയാൽ അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ഈ ചെയ്യുന്ന ദൗത്യം വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഒരാൾ മതി, ഒരാൾ. അതാണ് അലി റളിയല്ലാഹുവിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, നീ കാരണം ഒരാളെ അല്ലാഹു നന്നാക്കിയാൽ, ഒരാളെ അല്ലാഹു സൽപാന്താവിലേക്ക് കൊണ്ടുവന്നാൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, അലിയേ അത് നിനക്ക് ഈ ദുനിയാവിനേക്കാളും ഈ ദുനിയാവിലെ സർവചരാചരങ്ങളെക്കാളും അതാണ് നിങ്ങൾക്ക് ഖൈർ അലിയേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തിന്റെ ശബ്ദമൊക്കെ കുറഞ്ഞു പോയല്ലോ പഠിച്ചോനെ. ഓർക്കെ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതാണ്. തലമുടി ചെറുപ്പക്കാരുടെയൊക്കെ 95% യുവാക്കളും മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. നമ്മുടെ റോൾ മോഡൽ മുത്തുനബി തങ്ങളാണ്. യുവാക്കളെ, നമ്മുടെ റോൾ മോഡൽ മുത്തുനബി തങ്ങളാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മുടെ മാതൃക, നമ്മുടെ റോൾ മോഡൽ അത് മുത്തുനബി തങ്ങളാണ്. അല്ലാതെ കണ്ട സിനിമാ നടന്മാരും സ്പോർട്സ് താരന്മാരും ഒക്കെ നമ്മുടെ റോൾ മോഡൽ ആകുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു സംശയവും വേണ്ട, നാളെ പരലോകത്ത് നമ്മൾ അവരോടൊപ്പം തന്നെയാണ് ഉണ്ടാവുക, അവരോടൊപ്പം ഉണ്ടാവുക. കാരണം എന്താ? ഇതും ഞാൻ ഈ പറയുന്നൊന്നും എന്റെ വകയല്ല കേട്ടോ, ഇതൊക്കെ ദീനാണ്. ഈ പറയണൊക്കെ അല്ലാഹു ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ നഹബ്ബ. ദുനിയാവിൽ ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് നാളെ പരലോകത്ത് ഉണ്ടാവുക. ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ അവരുടെ വേഷവിധാനങ്ങളും അവരുടെ ഹെയർ സ്റ്റൈലും സ്വീകരിക്കുന്നത്. സിനിമാ നടനോടുള്ള അദമ്യമായ അനുരാഗം, താല്പര്യമാണ് അവരുടെ വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് അവരോടുള്ള സ്നേഹം തന്നെയാണ്. ആ സ്നേഹം നാളെ പരലോകത്തും അവരോടൊപ്പം തന്നെയാണ് നമ്മൾ ഉണ്ടാവുക. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ തലമുടിയുടെ കോലം, അതേപോലെ തന്നെ ഇപ്പൊ ഒരുപാട് യുവാക്കളിൽ കാണുന്ന മറ്റൊരു കാര്യം, പറയാതിരിക്കാൻ നിർവാഹമില്ല അല്ലേ? എന്താ പറയാ, കഴുത്തിലൊരു ചെയിൻ ഇല്ലാത്ത യുവാക്കളുണ്ടോ? ഓരോരുത്തരും എല്ലാം ഇങ്ങനെ തൊട്ടുനോക്കുന്നുണ്ടാവും ചിലപ്പോൾ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പലപ്പോഴും ഒരുപാട് യുവാക്കളായിട്ട് പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വരുന്ന യുവാക്കൾ പോലും, അതാണ് സങ്കടകരം. നിസ്കരിക്കാനൊക്കെ വരുന്ന യുവാക്കൾ തന്നെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് വരിക. ചെയിന് കാണരുത് എന്നുള്ള നിലക്ക്, ചെയിന് കാണരുത്. അപ്പോൾ ആ കളി കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു കുഴപ്പമുണ്ട്. കഴുത്തിൽ ചെയിൻ, അതേപോലെ തന്നെ കയ്യിലൊരു വള. കുറെ ആളുകൾ വിചാരിച്ചത് ഇത് വെള്ളിന്റെ അല്ലേ, സുന്നത്താണ്. എന്നോട് ഇപ്പൊ അടുത്തൊരു ചെറുപ്പക്കാരൻ കയ്യിന്റെ വളനെ പറ്റി ചോദിച്ചു, പറഞ്ഞു, ഉസ്താദ് ഇത് വെള്ളിയല്ലേ, സുന്നത്തല്ലേ? കയ്യിൽ മോതിരം, വെള്ളിയുടെ മോതിരം ധരിക്കുന്നതേ പുരുഷന് സുന്നത്തുള്ളൂ. വള ധരിക്കാനൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല, അരുത്.
അത് വെള്ളിയുടേതാണെങ്കിലും എന്താണെങ്കിലും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് കൈ വള, അതേപോലെ തന്നെ പിന്നെ ചെയിൻ, ഇതൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയുടെ 10ഓളം ദൂഷ്യ സ്വഭാവത്തെക്കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ പറ്റിയാണ് അഫ്ജറുന്നാസ് കാനു അഫ്ജറന്നാസ് എന്നാണ് ചരിത്രം പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികളായിരുന്നു ലൂത്ത് നബിയുടെ ജനത എന്നാണ്. ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികൾ. അവരുടെ 10ഓളം ദൂഷ്യ സ്വഭാവത്തെ പറ്റി പറയുന്നിടത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവര് ഹല്ലുൽ ഔസാർ, നമ്മുടെ ഈ റൗഡികളെ പോലെ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ അയച്ച് പോവുക, അത് ലൂത്ത് നബിയുടെ ജനതയുടെ സ്വഭാവമായിരുന്നു എന്നാണ്. ബട്ടൺസ് ഒക്കെ അയച്ച് വയറിൽ ഇവിടുത്തെ ഈ രോമങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നൊരു ശൈലി കുറെ ചെറുപ്പക്കാരങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ഈ വളകൾ ധരിക്കുന്നത്, അതൊക്കെ ഏറ്റവും വലിയ തെമ്മാടികളുടെ ലക്ഷണങ്ങളായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇതൊക്കെ ഇന്ന് നമ്മുടെ യുവാക്കൾക്ക് ഹരമാണ്. അതേപോലെ പാൻസ് ധരിക്കുമ്പോൾ അല്ലേ, കീറിയ പാൻറ് വില കൊടുത്ത് വാങ്ങുന്ന ചെറുപ്പക്കാർ, സുബ്ഹാനല്ലാഹ്, 600 രൂപ കൊടുത്താൽ കീറാത്ത പാൻറ് കിട്ടും. കീറിയ പാൻറ് തന്നെ സെലക്ട് ചെയ്ത് 1200 രൂപ കൊടുത്ത് വാങ്ങുകയാണ്, കീറിയ പാൻറ്. ഞാൻ ഈ പറയുന്നതൊക്കെ വെറുതെ ആണെങ്കിൽ ഇവിടെ വന്ന് എന്നെ തിരുത്താവുന്നതാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞൊക്കെ സത്യമാണ് പറയുന്നത് അല്ലേ. കീറിയ പാൻസ് മദ്രസയിൽ വരുന്ന ഏകദേശം കുട്ടികളും അങ്ങനെ, പിന്നെ കാണുന്ന യുവാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. കീറിയ പാൻറ് പണം കൊടുത്ത് വാങ്ങി അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചാൽ പറയും, ചിലർ പറയും സത് അത് പുറമെ മാത്രമേ കീറിയിട്ടുള്ളൂ, പിന്നെ നിസ്കാരം ശരിയാവുന്ന രീതിയിലാണ്, ഉള്ളു കാണുന്നില്ല, അതാണ് ഇതിന് ന്യായം. അപ്പൊ ഇങ്ങനെ ആരുടെയൊക്കെയോ ചീഞ്ഞളിഞ്ഞ സംസ്കാരം കൊണ്ടു നടക്കുന്ന ഒരു യുവതയായി നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ മാറരുത്. നമുക്ക് ലോകത്തെല്ലാരെയും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. ലോകത്ത് പലതും പല രീതിയിലും കാണും. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ പോലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലെങ്കിലും നമുക്കൊരു മാറ്റം വരുത്താൻ സാധ്യമായാൽ അൽഹംദുലില്ലാഹ്, ജയിച്ചു, അത് മതി. എല്ലാരെയും നന്നാക്കാനും നമ്മൾ കരാറെടുത്തിട്ടൊന്നുമില്ല, നമുക്കുള്ളത് പറ്റൂല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഒരുപാട് ആളുകൾ നന്നാവണം നമുക്കിഷ്ടമുണ്ടാവും, പക്ഷെ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അല്ലാഹ് പറഞ്ഞതാണ് ഖുർആനിൽ മുത്തുനബി തങ്ങളോട്, നിങ്ങൾ ആഗ്രഹിക്കുന്നവരെയൊക്കെ നന്നാക്കാനും നിങ്ങൾക്ക് പറ്റില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങളോടാ പറഞ്ഞത്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നവരൊക്കെ നന്നാക്കാൻ നമുക്ക് പറ്റുമോ? പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതാണ് ഈ പറയുന്നത്. തള്ളാം കൊള്ളാം കേൾക്കുന്ന എന്റെ വഅദ് കേൾക്കുന്ന യുവാക്കളെ, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. തള്ളാനും കൊള്ളാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വീകരിച്ചാൽ രക്ഷപ്പെടാം. നാളെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു രക്ഷപ്പെടാനുള്ള വഴി തുറന്നു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.